വാക്യം വായിക്കാം. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 9-ഉം 10-ഉം വാക്യം ആർക്കെങ്കിലും വായിക്കാം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളമൂതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ മഹായാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളമൂതണം. അവ നിങ്ങൾക്ക് മതി. നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ അമാവാസ്യയിലും നിങ്ങൾക്ക് വിടുതൽ കിട്ടുമ്പോ മിണ്ടാതിരിക്കാൻ പ്രമാണമില്ല. നിങ്ങൾ കാഹളം ഊതണം. 2 രീതിയിലാണ് കാഹളം ഊതേണ്ടത്. ഒന്ന്, ദേശത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിനെ കീഴടക്കുമ്പോ എന്റെ ജനം കാഹളം ഊതണം. സ്തോത്രം. ഇന്ന് രാത്രി യുദ്ധത്തിലായിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. യുദ്ധത്തിന് പോകുമ്പോ ബിഫോർ വാർ, നീ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് കാഹളം ഊതിക്കൊള്ളണം. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഉയർന്ന പ്രാർത്ഥനയുടെ ശബ്ദം, ആരാധനയുടെ ശബ്ദം, ഈ പട്ടണത്തിൽ ഭരിക്കുന്ന പൈശാചിക ശക്തികൾ, സഭയുടെ വളർച്ചയ്ക്ക് തടസ്സമായിരിക്കുന്ന ആത്മീയ നിലവാരങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഉണർവിനെ തടസ്സമായിരിക്കുന്ന അന്ധകാര ശക്തികളെ ശാസിക്കുന്നതാണ് നിന്റെ ശബ്ദമായിരിക്കട്ടെ. ആ ശബ്ദം ഇവിടെ നിന്ന് ഉയരണം. സ്വത്രം. നിങ്ങൾക്കറിയാമോ, ദൈവം എവിടേക്ക് ശബ്ദം റിലീസ് ചെയ്ത ശബ്ദത്തിൽ കൂടി ഒരു സീസൺ ദൈവം ചേഞ്ച് ചെയ്യും. സീസൺ ചേഞ്ച് ആകും. ആമേൻ. ഈ സീസൺ എങ്ങനെയാ ചേഞ്ച് ആവുന്നത്? ശബ്ദത്തിൽ കൂടിയാ. കാഹളം ഊതുമ്പോ സീസൺ ചേഞ്ച് ആകുന്നു. കാഹളം ഊതുമ്പോ നിന്റെ സന്തോഷം നാൾ നീ ഉല്ലസിച്ച് ആർത്ത് വിളിച്ച് അതിനെ പ്രൊക്ലൈം ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക. ഇന്ന് രാത്രി സീസൺ ചേഞ്ച് ആകുന്ന രാത്രിയാ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവൻ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന ചേഞ്ച് വരുന്നതിന് ഒത്തവണ്ണം ചേഞ്ച് ആകാൻ മനസ്സുള്ള വ്യക്തികളെ, കുടുംബങ്ങളെ, സഭകളെ, ശുശ്രൂഷകന്മാരെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല? സ്വത്രം പറയാത്തപ്പോ എനിക്ക് മനസ്സിലായി. ചേഞ്ച് ആകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ദൈവം ചേഞ്ച് റിലീസ് ചെയ്യാൻ പോകുന്നു. ആമേൻ. വർഷങ്ങളാൽ പഠിച്ചത് പാടാനല്ല, കേട്ടത് പാടാനല്ല. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണം. എൻ്റെ അവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് വേണം. എൻ്റെ സഭയുടെ അകത്തൊരു ചേഞ്ച് വേണം. എൻ്റെ പട്ടണത്തിൽ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കണ്ട. സ്വത്രം പറഞ്ഞ നീ ശബ്ദം ഉയർത്തുമ്പോ നിന്റെ ചേഞ്ച് തുടങ്ങിയെന്നാ. Yes, something is happening now. ദൈവാത്മാവ് പറഞ്ഞു, ചേഞ്ച് വരുമ്പോ നമ്പർ 1, ഒന്നാമത്തത് ഡ്രാസ്റ്റിക് ചേഞ്ച്. ഡ്രാസ്റ്റിക് ആയിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞ ഈ ചേഞ്ചിന്റെ പ്രത്യേകത, ഇത് പെട്ടെന്ന് വരുന്നത്, വേഗത്തിൽ വരും, സഡൻലി വരും, ക്വിക്ലി വരും എന്ന് പറഞ്ഞ പെട്ടെന്ന് കാര്യങ്ങൾ
നിന്റെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഡ്രാസ്റ്റിക് ചേഞ്ച് വരുമ്പോ ഞാൻ എൻ്റെ ജനത്തിന്റെ മധ്യത്തിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് വരുത്താൻ പോകുന്നു. അത് വരുമ്പോ അനേക വർഷങ്ങൾ കൊണ്ട് നടക്കാത്ത വിടുതലുകൾ, വർഷങ്ങളാൽ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ചില വിഷയത്തിന്മേല് ദൈവം പെട്ടെന്ന് സഡൻലി, ക്വിക്ലി, ഇമ്മീഡിയറ്റ്ലി, വിത്തൗട്ട് പ്രീവിയസ് നോട്ടീസ്, ദൈവം മുന്നറിയിപ്പില്ലാതെ, നീ പോലും അറിയാതെ നിന്റെ വിഷയത്തിന്മേൽ ദൈവം മഞ്ഞും മഴയും പെയ്പ്പിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചോ. പെട്ടെന്ന് 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 കാര്യങ്ങൾ നടക്കുക. പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. പെട്ടെന്നായിരിക്കും നിനക്കൊരു ഫോൺ കോൾ വരുന്നത്. പെട്ടെന്നായിരിക്കും നിനക്കൊരു മെസ്സേജ് വരുന്നത്. പെട്ടെന്ന് അത് നിന്നെ ഷോക്ക് അടിപ്പിക്കുന്നതല്ല, അത് നിന്നെ ദുഃഖ വാർത്തയല്ല. നീ ഇവിടെ സ്വത്രം പറഞ്ഞോണ്ടിരിക്കുമ്പോ, ഇവിടെ നീ കാഹളം ഊതുമ്പോ, നിനക്ക് വേണ്ടി തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ചില വ്യത്യാസങ്ങളെ അയക്കാൻ പോകുന്നു, ചില ഷിഫ്റ്റുകൾ അയക്കാൻ പോകുന്നു. ഓ, പ്രാപിക്കേണ്ടവർ പ്രാപിച്ചെടുത്തു. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ, ഓൺലൈനുകൾ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോ ചില കുടുംബത്തിന്റെ അകത്ത് ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ നടക്കാൻ പോകുന്നു. സ്വത്രം. ചിലരുടെ ചിന്ത, ചിലരുടെ ഇരിപ്പ് കണ്ടപ്പോ ഇത്രയും വർഷം നടക്കാത്തത് ഇനി എപ്പം നടക്കാനാ? സ്വത്രം, സ്വത്രം. എനിക്കൊരു വാക്യം ഒന്ന് വായിച്ചു തരുമോ? ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 41, 41 അധ്യായത്തിന്റെ 14 വാക്യം ഒന്ന് വായിച്ചേ. ഉടനെ ഫറവോൻ ആളയച്ചു, യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. എങ്ങനെ? വേഗത്തിൽ. എങ്ങനെ? വേഗത്തിൽ. വേഗത്തിൽ. ഉടനെ ഡ്രാസ്റ്റിക് ചേഞ്ച് വരുമ്പോ അതുവരെ നടക്കാത്ത വിടുതല്, നിന്റെ 14 കൊല്ലം കാരാഗ്രഹത്തിൽ കിടന്ന് യോസേഫിന് വിടുതലില്ലാതെ താൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിതനായി കിടക്കുമ്പോ ഒരു ശബ്ദം മുഴങ്ങി. ആ ശബ്ദം തിരുവല്ല പബ്ലിക് സ്റ്റേഡിയമില് ഇന്ന് രാത്രി മുഴങ്ങുന്ന വേഗത്തില്, വേഗത്തിൽ ചിലതിന്റെ വിടുതല്. Come on, get ready, get ready, get ready, get ready. ഉടനെ യോസേഫേ, യോസേഫേ, എന്തിനു വേണ്ടി നീ കാരാഗ്രഹത്തിൽ വന്നു? സ്തോത്രം. പാപം ചെയ്തത് കൊണ്ടല്ല, പാപം മാടി വിളിച്ചപ്പോ പാപത്തെ വിട്ട് അവൻ ഓടിയത് കൊണ്ട് കിട്ടിയ പ്രതിഫലം അവനെ കാരാഗ്രഹത്തിലിട്ടു. പാപം ചെയ്യണമെങ്കിൽ 3 കാര്യം ഒത്തുവരണ. സ്വത്രം. 1, സമയമുണ്ടാകണം, പാപം ചെയ്യാൻ സമയം കിട്ടണം. 2, സന്ദർഭമുണ്ടാകണം, അവസരം കിട്ടണം. 3, സമ്മതം കിട്ടണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ സ്വത്രം പറയുന്നില്ലല്ലോ. സമയമുണ്ട്, സന്ദർഭമുണ്ട്. പൊത്തിപ്പേറിന്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയം ഭാര്യ, പൊത്തിപ്പേറിന്റെ ഭാര്യ യോസേഫിനെ സന്ദർഭം നോക്കി അവനെ പാപം ചെയ്യാൻ ആടി വിളിച്ചപ്പോ അവൻ പറഞ്ഞു, അതിനുള്ള വിളിയല്ല എന്റെ വിളി. എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊരു ദർശനമുണ്ട്, എന്റെ മേലൊരു അഭിഷേകമുണ്ട്. അത് സ്വന്തം സഹോദരന്മാർക്കില്ലാത്തത്, എന്റെ കുടുംബത്തിൽ മറ്റാർക്കുമില്ലാത്ത ഒരഭിഷേകം എന്റെ മേലുണ്ട്. Come on somebody, come on somebody.
സ്വത്രം. സമയം, സന്ദർഭം എല്ലാം ഒത്തുവന്ന സമ്മതം പെട്ടെന്ന് സമ്മതിക്കുന്നവർ പലരും ഇരിക്കുമ്പോൾ യോസേഫ് പറഞ്ഞു, എനിക്ക് സമ്മതമില്ല. ആമേ. അതിൻ്റെ പ്രതിഫലം കിട്ടിയതന്നെ ഹല്ലേലൂയ, നീണ്ട കാരാഗ്രഹ. സ്വത്രം. ഓടുന്ന യോസേഫിൻ്റെ സ്വത്രം ഹല്ലേലൂയ വസ്ത്രത്തിൽ കയറി പിടിച്ച് ഹല്ലേലൂയ ലോകത്തിൻ്റെ വസ്ത്രം പോയാലും അവൻ ഓടി രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ അവൾക്ക് കിട്ടിയത് ആ വസ്ത്രം മാത്രമേ ഉള്ളൂ. പക്ഷേ അല്പകാലത്തിന്റെ കഷ്ടത, വരാൻ പോകുന്ന തേജസ്സിനെ ഓർക്കുമ്പോ ഈ ലോകത്തിൽ വരുന്ന കഷ്ടത സാരമില്ല. ഭക്തജനമേ, ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ വരുന്ന ഓരോരോ പ്രതിസന്ധിയോ പ്രതികൂല നീ ചെയ്യാത്തത് നീ ചെയ്തു എന്ന് പറഞ്ഞ് നിനക്ക് നേരെ ശത്രു ആയുധം ഉപയോഗിക്കുമ്പോ സ്വർഗം അടങ്ങിയിരിക്കുന്നതല്ല. സ്വർഗം നിന്നെ നാൾക്ക് നാൾ ഉയർത്താൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നു. അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ ഫുഡ് ബെയറർ, കപ്പ് ബെയറർ ഇവരെല്ലാരും ആശ്വാസം പറഞ്ഞു, യോസഫേ പെട്ടെന്ന് നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ പദ്ധതിയൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. എല്ലാവരും സമയമാകുമ്പോൾ കാലുവാരി. പക്ഷേ ഏത് സ്വപ്ന നിമിത്തം സ്വന്തം സഹോദരന്മാർ പകച്ചോ, ഏത് സ്വപ്ന നിമിത്തം സ്വന്തം സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലിട്ടോ, ഏത് സഹോദരന്മാർ ഏത് സ്വപ്ന നിമിത്തം വിറ്റ് പൈസ ഉണ്ടാക്കിയോ, സ്വത്രം ഹല്ലേലൂയ, അതേ സ്വപ്നം കൊണ്ട് തന്നെ രാജാവിൻ്റെ ഉറക്കത്തെ നശിപ്പിച്ച് ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ ദൈവം ഉപയോഗിക്കത്തക്കവണ്ണം ഹല്ലേലൂയ മറ്റാരും മീഡിയേഷൻ ഇല്ലാതെ തന്നെ രാജാവിൻ്റെ വിളി വരത്തക്കവണ്ണം മറ്റാരും പ്രശംസ എടുക്കാൻ എൻ്റെ ദൈവം വിടുകയില്ല. രാജാതി രാജാവ് ഇന്ന് ചില കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഹല്ലേലൂയ വേഗതയോടെ അവൻ ദൂത റിലീസ് ചെയ്യുന്നു. That is called drastic change. പെട്ടെന്ന് വിടുതല്. ഞാൻ നോക്കിയപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കള്ളന്മാരും കവർച്ചക്കാരും പാപികളും മോഷ്ടാക്കന്മാരും കൊലപാതകന്മാരും ഇവന്മാരുടെ കൂടെ നമ്പറും അടിച്ച് കയ്യിൽ പ്ലേറ്റും പിടിച്ച് ഇവരോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കീവ് നിൽക്കുന്ന യോസേഫേ നീ സ്വപ്നത്തിലും ഓർത്തില്ല ഹല്ലേലൂയ രാത്രി ഡിന്നർ രാജാവിൻ്റെ ഒപ്പം പാലസിലായിരിക്കുമെന്ന്. ചിലർ ഓർത്തു ഒറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്യും, ഒറ്റ രാത്രി കൊണ്ട് തമ്പുരാൻ നീ വിചാരിച്ച നീ ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശബ്ദമുയർത്തിക്കോ. ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഇവന്, പൊതുലോകത്തിന്റെ വിവരമില്ലാത്ത ഇവന്, പള്ളിക്കുടം കാണാത്ത ഇവൻ, അടിമയായിരുന്ന ഇവനെ, സ്വത്രം ഹല്ലേലൂയ, ഇവനെ ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ, ആ രാജ്യത്തിന്റെ എക്കണോമി അറിയാമോ, അതിൻ്റെ അവസ്ഥ അറിയാമോ, അതിൻ്റെ GDP റേറ്റ് അറിയാമോ, ഇതൊന്നും അറിയാത്ത ഇവനെ ഹല്ലേലൂയ
രാജാവ് അങ്ങ് മന്ത്രിയാക്കി, പ്രധാനമന്ത്രിയാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഡ്രാസ്റ്റിക് ചേഞ്ച് വന്ന് ഹല്ലേലൂയ തള്ളിക്കടങ്ങുന്ന കല്ലുകളെ ദൈവം മൂലക്കല്ലാക്കണം ഇന്ന് രാത്രി. അതാണ് ഉണർവ്, അതാണ് ഉണർവിന്റെ ചേഞ്ച്. ഇന്ന് രാത്രി ചില കുടുംബങ്ങളകത്ത്, ചില വ്യക്തികളുടെ അകത്ത്, സഭകളുടെ അകത്ത്, പട്ടണത്തിന്റെ അകത്ത് അങ്ങനത്തെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഒറ്റ രാത്രി കൊണ്ട് ഒരു രാഷ്ട്രം ജനിക്കുമോ? യെസ്, ജനിക്കും. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി തളർത്തു, പൂത്തു, അത് കാച്ചു. ഹല്ലേലൂയ. ഫലം പുറപ്പെടുപ്പിച്ചു. ഇന്ന് രാത്രി ഒറ്റ രാത്രി കൊണ്ട് വർഷങ്ങളാൽ നട്ടിട്ടും ഒരു ഫലവും ഇല്ല. സ്വത്രം പറയാത്തപ്പോൾ എനിക്ക് മനസ്സിലായി, പാസ്റ്റർ എൻ്റെ കാര്യമാണല്ലോ പറയുന്നതെന്ന്. വർഷങ്ങളാൽ പ്രാപിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഒരു ഫലമില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്ന ചേഞ്ച് ആകാൻ നീ താല്പര്യപ്പെട്ട ഇന്ന് രാത്രി ഒറ്റ രാത്രി കൊണ്ട്, ഞാൻ പറയട്ടെ, ഒറ്റ രാത്രി കൊണ്ട് ബദാം വൃക്ഷം അത് പൂത്തു, കിളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. ഒറ്റ രാത്രി കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ബദാം കൊമ്പന് മണ്ണിന്റെ ചുവയില്ല, വെള്ളം ഒഴിച്ചില്ല, വേലി കെട്ടിയില്ല, മണ്ണായിട്ട് ഒരു ബന്ധമില്ല. സ്വത്രം. ഇന്ന് രാത്രി നിന്റെ വിടുതല് മണ്ണിന് ബന്ധപ്പെട്ടതല്ല, നിന്റെ വിടുതല് വിണ്ണിന് ബന്ധപ്പെട്ടതാ. ദാറ്റ് ഈസ് കോൾഡ് സൂപ്പർ നാച്ചുറൽ. ചിലരുടെ ചിന്ത ഇപ്പോഴും ഇതെങ്ങനെ നടക്കുമെന്നാണ്. ഓ, ഇത് നടക്കും തോന്നില്ല. നിനക്കുള്ള ദൂതല്ല ഇത്. പക്ഷെ ഒരു സ്റ്റെപ്പ് കടന്ന് ഞാൻ ഈ വചനത്തെ വിശ്വസിക്കുന്നു. അഹരോന്റെ ദൈവമാണ് എൻ്റെയും ദൈവം, യോസേഫിന്റെ ദൈവം എൻ്റെയും ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർ മാത്രം പറഞ്ഞാൽ മതി. സ്വത്രം. ഈ ചിലർക്ക് വിടുതൽ വരുമ്പോൾ അവർ പാരമ്പര്യം പറയും, എക്സ്പീരിയൻസ് പറയും. ഒരിക്കൽ യേശു ബെഥസ്ദ കൊളക്കരയിൽ കിടക്കുന്ന ഒരു തളർവാദം പിടിച്ച വ്യക്തിയെ തേടി വന്നു. സ്വത്രം. അവൻ അവിടെ കിടന്ന് 38 കൊല്ലം കൊണ്ട് കിടക്കുക. യേശു അവൻ്റെ സ്ഥിതി കണ്ടിട്ട് ചോദിച്ചു, എടോ മനുഷ്യ, തനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പൊ യേശുവിന് പിടികിട്ടിയത്, കഴിഞ്ഞ ആഴ്ച രക്ഷിക്കപ്പെട്ടവനും അവൻ കുതിച്ച് തുള്ളി ദൈവത്തെ ആരാധിച്ച് ചാടി പോവുക, ഉണർവ് വ്യാപരിക്കുക. ഇവൻ 38 കൊല്ലം ആയിട്ടും സ്വത്രം ഇപ്പോഴും പാരലൈസ്ഡാ. നിങ്ങൾ സ്വത്രം പറയാത്തപ്പോൾ എനിക്ക് പിടികിട്ടി. ആത്മീയ മർമ്മം മനസ്സിലായി എന്ന് തോന്നുന്നു. പാരമ്പര്യം നിന്നെ രക്ഷിക്കുകയില്ല, മതം നിന്നെ രക്ഷിക്കുകയില്ല, നിന്റെ കുടുംബത്തിന്റെ യോഗ്യത നിന്നെ രക്ഷിക്കുകയില്ല, നിന്റെ വിദ്യാഭ്യാസം രക്ഷിക്കുകയില്ല, നിന്റെ ഫാസ്റ്റ് എക്സ്പീരിയൻസ് നിന്നെ രക്ഷിക്കുകയില്ല. നിന്നെ രക്ഷിക്കാൻ ഒരുവൻ വന്നിട്ടുണ്ട്. അവൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി നിനക്ക് ചേഞ്ച് ആകാൻ, ഒരു വിടുതൽ പ്രാപിച്ചെടുക്കാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടോ? ഉണ്ട് കർത്താവേ എന്ന് പറ. ഉണ്ട് കർത്താവേ, ഈ അവസ്ഥയ്ക്ക് എനിക്കൊരു ഭേദമുണ്ടാകണം, ഒരു ചേഞ്ച് ഉണ്ടാകണം. അവൻ പറഞ്ഞു, കർത്താവിനറിയാവോ, ഈ ചിലര് ദൈവത്തെ വേണമെങ്കിൽ ഉപദേശിക്കും, കർത്താവിന് വേണമെങ്കിൽ പോയിന്റ് പറഞ്ഞു കൊടുക്കും. യേശുവേ, അങ്ങക്കറിയാമോ ഞാനിവിടെ കിടന്ന് എത്ര കൊല്ലമായി?
38 കൊല്ലം കൊണ്ട് കിടക്കുക. ഏതൊക്കെ ടൈപ്പ് രോഗ സൗഖ്യം പ്രാപിച്ചു പോയവരെ ഞാൻ അറിയാമോ? പക്ഷേ എന്നെ ആരും പൊക്കാനില്ല. സ്വത്രം. ദൂതൻ ഇറങ്ങുമ്പോ എന്നെ ഈ കുളത്തിന്റെ അരികിൽ കൊണ്ടുപോകാൻ ആരുമില്ല. സ്വത്രം. എൻ്റെ അച്ചായ 38 കൊല്ലം കൊണ്ട് ഇത് പറഞ്ഞോണ്ടിരിക്കാതെ ഒന്ന് നിരങ്ങി വന്നിരുന്നെങ്കിൽ, നീ ഒരു നിരങ്ങിയ ഒരാഴ്ച അവിടെ എത്തിയനെ. നിനക്ക് മനസ്സുണ്ടായിരുന്നെങ്കിൽ. സ്വത്രം പറയുന്നില്ല. ഇപ്പോഴും ചിലരുണ്ട്, പൊക്കണം, അവരെ പൊക്കിക്കൊണ്ടിരിക്കണം, ലിഫ്റ്റ് ഹിം അപ്പ്. സ്വത്രം. അവരെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സുണ്ടോ? 2 കാര്യത്തെ നിങ്ങൾ തടയാൻ പറ്റത്തില്ല. സമയത്തെ തടയാൻ പറ്റത്തില്ല. സമയം പൊയ്ക്കൊണ്ടിരിക്കും, ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും. 2 ചേഞ്ചിനെ തടയാൻ പറ്റത്തില്ല. ഉണർവിന് തടസ്സമായി നിൽക്കുന്ന ഏത് ശക്തിയാണെങ്കിലും, ഏത് വ്യക്തിയാണെങ്കിലും, they will fail. അവർ തോൽക്കും. ഉണർവിന് ദൈവം പദ്ധതി ഇട്ടതാണെങ്കിൽ, ദൈവ പദ്ധതിക്ക് വേണ്ടി, ദൈവ പദ്ധതിക്കൊത്തവണ്ണം നീ ചേഞ്ച് ആയി കൊടുത്ത, ദൈവം നിന്നെ ആൾ മാറിയവനെ പോലെ, സൗൽ ആൾ മാറിയവനെ പോലെ പ്രവചിച്ചു എന്ന് പറയുന്നത് പോലെ നിന്റെ ശുശ്രൂഷയിൽ ആൾ മാറ്റമുണ്ടാകും. സ്വത്രം. ജനം ചോദിക്കും, നീ ആണോ ആ പുള്ളി? ദാറ്റ് ഈസ് കോൾഡ് ഡ്രാസ്റ്റിക് ചേഞ്ച്. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ ദൂത് കൊണ്ട്, ഒരു വാക്കുകൊണ്ട് ചേഞ്ച് ആകും. ഇവനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, സ്റ്റോറി പറയും. എടോ, സ്റ്റോറി കേൾക്കാനല്ല ഞാൻ ഇവിടെ വന്നേ. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചേ, എന്തേ സിസ്റ്ററെ, എന്തേ ബ്രദറെ, എന്നാ വിഷയം? ഓ, എന്ത് പറയാനാ പാസ്റ്ററെ? പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട്, എന്നാലും ചുരുക്കി പറയാം. 3 മണിക്കൂർ സ്റ്റോറി പറയും. കേൾക്കുന്നവൻ ബോറടിച്ച് ഇനി ആ അയൽവക്കത്ത് പോലും തലവെക്കത്തില്ല. സ്വത്രം. ഇവർക്ക് പറയാൻ, സിമ്പത്തി ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ പറയട്ടെ, യേശു സിമ്പത്തി ക്രിയേറ്റ് ചെയ്യാനല്ല വരുന്നത്. യേശു വന്ന അവൻ വിടുതലോടെയാണ് വരുന്നത്. ആ വിടുതൽ പ്രാപിക്കണോ വേണ്ടയോ എന്ന് അവൻ ചോദിക്കുന്നു. ചോദിക്കുന്നവൻ സാധാരണക്കാരനായിട്ടല്ല, അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ നിർമ്മിച്ച നാദാവാണ് ചോദിക്കുന്നത്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി തൊട്ടടുത്തിരിക്കുന്നവരൊന്ന് തൊട്ട് പറ, എനിക്ക് മനസ്സുണ്ട്. നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഉണർവിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് നീ ചേഞ്ച് ആകണം. അത് പറഞ്ഞപ്പോൾ സ്വത്രം പോയി. ഞാൻ നന്നായ എൻ്റെ കുടുംബം നന്നാവും. എൻ്റെ കുടുംബം നന്നായ എൻ്റെ സഭ നന്നാവും. എൻ്റെ അയൽവക്കക്കാരും പട്ടണത്തിൽ എല്ലാവരും നന്നാവും. സ്വത്രം. സ്വത്രം. ആമേ. ഇന്ന് രാത്രി നീ ചേഞ്ച് ആകണം. ചേഞ്ച് ആകാൻ മനസ്സുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ചേഞ്ച് ആകണം. ആ ചേഞ്ചിലേക്ക് ഞാൻ മുൻപോട്ട് പോകാൻ പോകുന്നു. ആമേൻ. ഡ്രാസ്റ്റിക് ചേഞ്ച്. 2, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഡ്രാമറ്റിക് ചേഞ്ച്. ഡ്രാമറ്റിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞ അതിനെ ലൈക്ക് എ ഡ്രീം, ഒരു സ്വപ്നം കാണുന്നത് പോലെ ഇന്ന് രാത്രി ചിലതിൻ്റെ ജീവിത ശൈലി മാറാൻ പോകുന്നു. ശൈലി മാറാൻ പോകുന്നു. നീ തല കുനിച്ച് നടക്കാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്, തല ഉയർത്തി നടക്കാനാ.
പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം എന്നറിയോ, ഈ നാട്ടുകാർ നമ്മുടെ വിടുതൽ കണ്ട് മനസ്സിലാക്കിയാലും നമ്മൾ മനസ്സിലാക്കും. ഈ 126 സങ്കീർത്തനം ഒന്ന് വായിക്കുമോ? സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. എങ്ങനെ? സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. സ്തോത്രം. നിന്റെ വിടുതൽ ഡ്രാസ്റ്റിക് ചേഞ്ച് മാത്രമല്ല, ഡ്രാമറ്റിക്കൽ ചേഞ്ച് ആയിരിക്കും. അതൊരു സ്വപ്നം കാണുന്നത് പോലെ. ഓ സ്തോത്രം. ചിലർ നുള്ളി നോക്കും, എൻ്റെ വിടുതൽ ആണോ ഇത്? ഇന്ന് രാത്രി തമ്പുരാൻ നിന്റെ മേൽ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70 സംവത്സരത്തിന് ശേഷം എന്റെ ജനത്തെ മടക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ ബാബേൽ അടിമയായി കിടക്കുന്ന ഇസ്രായേലേ, നിന്നെ പുറത്ത് ദൈവം കൊണ്ടുവരുമ്പോ ചിലർക്കത് സ്വപ്നം കണ്ടതുപോലെ. ആമേൻ, ആമേൻ. ചിലർക്കത് സ്വപ്നം കണ്ട പോലെ. കർത്താവ് പറഞ്ഞു, ഈ 2024 നിങ്ങളുടെ ജീവിതത്തിൽ ചില വിടുതൽ, ദൈവം ചെയ്യുന്ന വിടുതൽ നിങ്ങളുടെ കണ്ണുപോലും വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര എന്നാ പറയുന്നത്, ഒരു ഇത് സത്യമാണോ എന്നതുപോലെ ചില വിടുതൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ശബ്ദമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേ. എനിക്ക് മനസ്സിലാകത്ത യെരമ്യ പ്രവചന പുസ്തകത്തിൽ പ്രവാചകനായ യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, ദൂത് പറഞ്ഞു, സമയമായപ്പം ദാനിയേൽ അത് കണ്ടെത്ത് പ്രാർത്ഥിച്ചു, ജനം വിടുവിക്കപ്പെട്ടു. ഇപ്പോഴവർക്ക് സംശയം. സ്തോത്രം. എത്ര ദൂത് കേട്ടാലും, എത്ര വിടുതൽ കണ്ടാലും അവര് വിശ്വസിക്കത്തില്ല. സ്തോത്രം. കൂടെ നടക്കുന്ന യേശുവിൻ്റെ കൂടെ നടക്കുന്ന തോമസ്. സ്തോത്രം. യേശു സംസാരിച്ചിട്ട് അവൻ്റെ സംശയം, അവൻ ഇപ്പോഴും സംശയ, കർത്താവാണോ? സ്തോത്രം. കൈയൊക്കെ തൊട്ട് നോക്കിയച്ച് നേരം പറഞ്ഞു, അതെ 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 കർത്താവ്. അപ്പൊ യേശു പറഞ്ഞു, എടാ തോമസേ, കാണാതെ വിശ്വസിക്കുന്നവൻ അവൻ ഭാഗ്യവാന. നീ എന്നെ കണ്ട് വിശ്വസിച്ചു. ഇന്ന് രാത്രി വിടുതൽ കിട്ടിയ ശേഷം, 10 പേര് അറിഞ്ഞ ശേഷം സ്വോത്രം പറയുന്നതിലും നല്ലത് വിടുതൽ കിട്ടുന്നതിന് മുൻപ് ആത്മ കണ്ടുകൊണ്ട് കണ്ട് സ്വോത്രം പറയുന്നവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. Come on. Hallelujah. Blessed be the name of the Lord. Amen. Amen. എനിക്ക് ആ വാക്യത്തിന്റെ മുൻപോട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ചേ പാസ്റ്ററെ, ഒന്ന് വായിച്ചേ. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പ് നിറഞ്ഞിരുന്നു. എന്താ നിറഞ്ഞിരുന്നേ? അപ്പൊ വിടുതൽ കിട്ടുന്നവർക്ക് ആർപ്പ് നിറഞ്ഞിരിക്കും. വിടുതൽ കിട്ടുന്നവർ കാകള ഊതിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. വായിച്ചോ 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 വായിച്ചോ. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. ഇത് വാർത്ത എവിടെ പരക്കും അറിയാമോ? ജാതികളുടെ മധ്യത്തിൽ, തിരുവല്ല പട്ടണത്തിൽ അന്യജാതിക്കാർ സംസാരിക്കും. അവരുടെ മധ്യത്തിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇവർക്ക് ഇവർ സ്വപ്നം കണ്ടതുപോലെയാ, പക്ഷെ ജാതികൾ തിരിച്ചറിയുന്നു. പലപ്പോഴും പറ്റുന്ന കുഴപ്പം അതാ, അന്യർക്ക് മനസ്സിലാകുന്നു ഒരു ഡ്രാമാറ്റിക് ചേഞ്ച് ഇവരകത്ത് നടന്നിട്ടുണ്ട്. ഈ പുള്ളി പണ്ടത്തെ പോലെ അല്ലല്ലോ, എന്തോ ഭയങ്കര വ്യത്യാസം. എല്ലാവരും സംസാരിക്കുന്നു. ആമേ. ഇന്ന് രാത്രി അങ്ങനത്തെ ഒരു ചേഞ്ച് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നു. അവർ മാത്രം ചാടി എഴുന്നേറ്റട്ടെ. ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ.
ഞാനിവിടെ നിർത്തട്ടെ. എൻ്റെ ദൂതിൻ്റെ ഒരു അംശം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വേഗത്തെ എൻ്റെ സമയത്തിൽ ഞാൻ നിർത്തട്ടെ. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു ചേഞ്ച് വേണമെന്ന് പറയുന്നവർ, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. എനിക്കറിയാം കർത്താവേ, ആത്മാവിൻ്റെ ഒഴുക്കിലേക്ക് ഒഴുകാനുള്ള അവസരം, സമയം ഇവിടെ പരിമിതിയായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി ഉള്ളത് കൊണ്ട് അല്പത്തിലും കർത്താവേ, നിൻ്റെ ജനത്തെ തൃപ്തിപ്പെടുത്തുന്ന യേശുവേ, നിൻ്റെ തൃക്കരങ്ങളിൽ ഈ ജനത്തെ സമർപ്പിക്കുന്നു. ഇവരുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങി വരട്ടെ. ഇവരെ കുടുംബത്തിൻ്റെ അകത്ത്, ഇവർ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ, ഇവർ ചലിക്കുന്ന വാഹനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരട്ടെ. ദൈവ പ്രവർത്തനങ്ങൾ റിലീസാകട്ടെ. അഭിഷേകം കൊണ്ട് നിറയ, ആത്മാവിൽ തുള്ള, പരിശുദ്ധാത്മാവിൻ്റെ തീ ഇവരുടെ മേൽ ഇറങ്ങി പ്രവർത്തിക്കട്ടെ. അപ്പ അത് യേശുവിൻ്റെ നാമത്തിൽ ജനം ഉറക്കെ പറയും. ആമേൻ, ആമേൻ, ആമേൻ. God bless you. Thank you.